മുംബൈയിലെ ഒരു ആശുപത്രിയിൽ യുവതിയുടെ സിസേറിയൻ നടത്തിയത് മൊബൈൽ ഫോണിലെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ. ഈ വീഴ്ചയ്ക്ക് യുവതിയുടെ ജീവൻ തന്നെ നൽകേണ്ടി വന്നു. നമ്മുടെ സന്ധ്യപ്രഭ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സന്ധ്യ. സന്ധ്യ, അനാസയ്ക്ക് ജീവന്റെ വില കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്ന ഒരു സംഭവം കൂടിയാണിത്. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നത്? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? മോത്തി, ആരോഗ്യരംഗത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു അനാസ്ഥയാണ്. ആശുപത്രിയിൽ ഈ ഒരു സാധാരണ ഒരു ചെറിയ ആശുപത്രിയിലല്ല ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. മുംബൈയിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതായത് കറണ്ട് പോയ സമയത്ത് ഇവർ ഈ പറഞ്ഞ പോലെ അരണ്ട വെളിച്ചത്തിൽ ടോർച്ച് കത്തിച്ചുകൊണ്ട്, മൊബൈൽ ഫോണിന്റെ ടോർച്ച് കത്തിച്ചുകൊണ്ട് ഇവരൊരു യുവതിയുടെ സിസേറിയൻ നടത്തി. ആ സിസേറിയനിൽ ഈ യുവതിക്കും കുഞ്ഞിനും ദാരുണമായ മരണം സംഭവിച്ചു എന്നതാണ്. ഈ ഒരു സംഭവം പുറത്തു വന്ന ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ ഈ ഒരു സംഭവം നടന്ന്, ഈ മരണം നടന്നതിന് ശേഷവും ഇതേ അരണ്ട വെളിച്ചത്തിൽ ഇവർ വീണ്ടും ഒരു സിസേറിയൻ നടത്തി എന്നുള്ളതാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഈ കുടുംബം, മരിച്ച യുവതിയുടെ കുടുംബം തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഈ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് 29-ാം തീയതി ഏപ്രിൽ 29-ന് ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു. ആശുപത്രിയും പറഞ്ഞ ഒരു കാര്യം, പെൺകുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല. അവർ രാവിലെ 7 മണി തൊട്ട് രാത്രി 8 മണി വരെ അറിയിച്ച കാര്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടി പൂർണ്ണ ആരോഗ്യവതിയാണ്, പ്രശ്നമൊന്നുമില്ല, നോർമൽ ഡെലിവറി അതിനുശേഷം കറണ്ട് പോയി ഈ പെൺകുട്ടിയെ സിസേറിയൻ നടത്താൻ വീട്ടുകാരുടെ കൺസെന്റ് ഇല്ലാതെയാണ് ഈ സിസേറിയൻ നടത്തിയതും. പിന്നീട് ഏതായാലും അതിദാരുണമായ ഒരു സംഭവമായി പോയി. അപ്പോഴും ഞാൻ സംശയിക്കുന്നത്, എന്തുകൊണ്ടാണ് ഒരു ബദൽ സംവിധാനം, ഇപ്പൊ കറണ്ട് പോയെങ്കിൽ തന്നെ അതിനൊരു സംവിധാനം ഉണ്ടാവില്ലേ? പ്രത്യേകിച്ചും അത് ആശുപത്രിയിലൊക്കെ അല്ലേ ഉണ്ടാവേണ്ടത് എന്നാണ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിൽ പോലും ഈ ആരോഗ്യരംഗത്ത് ഇത്തരം അനാസകൾ എന്നൊക്കെ പറയുന്നത് അത് ജീവൻ എടുക്കുന്നത് തന്നെയാണ്.